ഹായ് ഗൈസ്, ഇത് നമ്മൾ ആദ്യം നമ്മുടെ യൂട്യൂബിലേക്ക് ഒരു വീഡിയോ ഇടാൻ പോകും. ഒരു ലോങ് വീഡിയോ. നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്നര വർഷം അടുപ്പിച്ചായി. ആരോടും പറഞ്ഞിട്ടില്ല, ഒരു 10,000 സബ് ആവുന്നവരെ. 10,000 ആയപ്പോഴാണ് റിവീലാക്കി. പിന്നെ ഇതൊരു ഇതായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു ഇങ്ങനെ. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏകദേശം 25,000 ഫോളോവേഴ്സൊക്കെ കഴിഞ്ഞു, സബ് കഴിഞ്ഞു. പിന്നെ അത്യാവശ്യം വീഡിയോയ്ക്കൊക്കെ നല്ല റീച്ചുണ്ട്. ഇൻഷാല്ലാ ഇനിയപ്പം ലോങ് വീഡിയോ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പവറാക്കി. നമ്മൾ ഈ അക്കൗണ്ട് കോൺസെപ്റ്റ് എന്നൊരു ഉദ്ദേശം കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട ബേസ് ചെയ്താണ്. അപ്പം ഉടനെ ആ കട നമ്മൾ റിവീലാക്കും. ഏകദേശം ഒരു വർഷത്തിനകം നമ്മളൊരു പേരാക്കി എടുത്തതും എല്ലാം അതിനു വേണ്ടിയാണ്. ഈ അക്കൗണ്ട് കോൺസെപ്റ്റ്സ് എന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല, ഇത് പ്ലാൻ ചെയ്തതും വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും പിന്നെ യൂട്യൂബ് നോക്കുന്നതും പിന്നെ ഇൻസ്റ്റ നോക്കുന്നതും ഇത് കുറച്ച് ആൾക്കാരുണ്ട്. കാണിച്ചു തരാം. ഇവൻ തഫ്സീൽ, ഇവനാണ് വീഡിയോ എടുക്കുന്നതും. ഏകദേശം ഇവന് ഞാനൂടാണ് ഈ കാറ് ഫുൾ ഈ രീതിയിൽ ഈ കോലമാക്കി എടുത്തത്. ഞങ്ങളുടെ രണ്ടിനെയും കൂടെ കഷ്ടപ്പാടും ഏകദേശം ഒരു 2 വർഷത്തെ പ്ലാനിങ്ങും പിന്നെ ഇത് മെയിൻറ്റെയിൻ ആക്കുന്നത് മൊത്തം 2 രൂപയുടെ കാശിട്ട് ചിലവാക്കിയാണ് ഇത് വണ്ടി ഇത്രയും ചെയ്തെടുത്തതും. ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കാൻ ഒരാളുണ്ടാണ്. ഇവനാണ് യൂട്യൂബ് തുടങ്ങിയതും അതിൻ്റെ ഒരു ഐഡിയ കൊണ്ടുപോകുന്നതും യൂട്യൂബ് നോക്കുന്നതും. ഏകദേശം 1.5 വർഷമായിട്ട് ആരെടുത്തും പറയാതെ ഒറ്റയ്ക്ക് വീഡിയോ ഇട്ട് ഏകദേശം ഒരു ഈ ലെവലിലാക്കി 25,000 ഫോളോവേഴ്സ് കഴിഞ്ഞ് ഇവൻ കാരണമാണ്. പിന്നെ വീഡിയോ മൊത്തം എൻ്റെ കേട്ടോ, അതുകൊണ്ട് അപ്പിയെടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻഷാല്ലാ ആ ഒരു രീതിയിൽ നമ്മൾ ഏകദേശം ഒരു വർഷത്തിന്, അപ്പം 1 വർഷത്തിനകത്ത് ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്കൊരു വളർച്ച വേണം. ഒരു കട രീതിയിൽ നമ്മൾ അതാ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ വണ്ടി ഞാൻ പണിഞ്ഞപ്പം കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി കുറ്റം പറയുകയും, ഇപ്പം ഫാമിലിയിൽ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു എന്തിനാണ് ഇത് പണിയുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്തെടുക്കണം. തോനെ ഫൈന്, പോലീസ് കേസ്, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളും പിന്നെ നോർമലി നടക്കുന്ന ആൾക്കാർ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ആ രീതിയിൽ പറ്റത്തില്ല. അപ്പോൾ വീട്ടിലൊക്കെ പെട്ടെന്ന് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് പേടിയാവും. പിന്നെ നമുക്കിതൊക്കെ ഇപ്പം കണ്ടും കേട്ടുമൊക്കെ ഒരിതായി. അതുകൊണ്ട് ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് വണ്ടി പണിഞ്ഞ് ഇത്രയും അത്യാവശ്യം ഉദ്ദേശിച്ചെക്കാട്ടി മേളിൽ വണ്ടി നല്ല രീതിയിൽ ഫേമസ് ആയി. വണ്ടി ജസ്റ്റ് ഇപ്പം എവിടെ പോയാലും, കൊച്ചി പോയാലും, ഇപ്പം നമ്മുടെ സ്ഥലം കൊല്ലം കരുനാഗപ്പള്ളി, കൊല്ലത്ത് പോയാലും ട്രിവാൻഡ്രം പോയാലും തൃശ്ശൂർ വരെ പോയിട്ടുള്ളൂ. അതിൽ അങ്ങോട്ട് പോയിട്ടില്ല. ഇതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല. പിന്നെ ഏകദേശം ഈ പ്രാവശ്യത്തെ 2024, 2023 ഓട്ടോ ഷോസ് എല്ലാം ഏകദേശം ഫേമായിട്ടുള്ള എല്ലാ ഓട്ടോ ഷോയും നമ്മൾ കയറിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഈ വണ്ടി കൊണ്ട് കേരളത്തിലുള്ള എല്ലാ ഓട്ടോമോട്ടീവ്, ഇപ്പോൾ ബാബ്സ ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും നമ്മളായിട്ടിപ്പം ഈ ഒരു വണ്ടി കാരണം നമ്മളായിട്ടിപ്പം ആ ഒരു ബേസ് ചെയ്ത് കമ്പനി അപ്പോൾ കുറേ ആൾക്കാർ അറിയപ്പെട്ട് അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്യുന്ന എല്ലാം മില്യൺസ് എല്ലാം ഏകദേശം 500K 100K എന്തായാലും അടിക്കും. 50K അടിക്കുന്ന വീഡിയോ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, എന്നാലും ഇടുന്നതിൽ കൂടുതലും കുഴപ്പമില്ല. അക്കൗണ്ട് റീച്ച് ഏകദേശം എൻ്റെ അക്കൗണ്ട് 50,000 ആവാറായി. പിന്നെ അവൻ്റെ യൂട്യൂബ് ഏകദേശം ഒരു 5 മാസവും കൂടെ കഴിഞ്ഞ് ഏകദേശം 100K ഒരു സിൽവർ പ്ലേ ബട്ടൺ ഞങ്ങൾ ഒപ്പിക്കും. അതിനുള്ള പരിശ്രമത്തിൽ ഏകദേശം കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം സെറ്റാവാന്നുള്ള പ്രതീക്ഷ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. നമ്മൾ വണ്ടി പണിഞ്ഞു തുടങ്ങിയ സമയം തൊട്ട് വണ്ടി കാണാനായിട്ട് ഇവൻ അന്ന് തൊട്ട് ഇവിടെ വരുന്നേ. നമ്മുടെ ഇറക്കാനാ ഇവിടെ വന്നിരിക്കും. ഒരു വട്ടം ഫേമസ് ആക്കിയത് പോലെ അപ്പൊ ഇനി തൊട്ട് നമ്മള് ലോങ് വീഡിയോ, ഇപ്പൊ ഇത്ര നാള് ഷോർട്സ്, ഏകദേശം 1 വർഷമായിട്ട് ഷോർട്സ് ആയിരുന്നു. അപ്പൊ ഇനി തൊട്ട് ലോങ് വീഡിയോ പറ്റുന്ന എല്ലാ വീഡിയോയും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോകളെടുത്ത് ഓൺ വോയിസ് വീഡിയോസ് നമ്മൾ ചെയ്യും, ഉടനെ ചെയ്യും. അപ്പം ഇനി കുറച്ച് നിങ്ങൾക്ക് കാറിനെ പറ്റിയുള്ള വീഡിയോസ് കാണിക്കും.